ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. എക്സിബിഷൻ ഓപ്പൺ ചെയ്ത സംഭവം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത്. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ കുതിരൻ്റെ മേത്ത് ഇവനക്കൊന്ന് കയറണം, സ്വത്തുവിനൊന്ന് കയറണം എന്നുള്ള ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നും ഞങ്ങൾ അവിടെ ഒരു കുതിര ഉണ്ട് കേട്ടോ. അതിങ്ങനെ അവിടെ നിർത്തി കെട്ടിയിരിക്കുക. അതിൻ്റെ മേത്തൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോഴും വരുമ്പോഴും കണ്ടിട്ട് ഒത്തിരി ആഗ്രഹമാണ് കുതിരമ്മ കയറണം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നതും കുതിരമ്മ കയറില്ല അങ്ങോട്ട് തന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ ഉള്ളിലോട്ട് എക്സിബിഷനിൽ കയറി. അങ്ങനെ ടിക്കറ്റിന് ഒരാൾക്ക് 15 രൂപയാണ് കേട്ടോ. അങ്ങനെ എക്സിബിഷൻ്റെ ഉള്ളിൽ കയറിയതും നമുക്ക് സ്വത്തുവിന് ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാശ്മീരിൽ പോകണം എന്നുള്ളത് ഒത്തിരി ആഗ്രഹമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കാശ്മീരിൽ വെറും ഐസും കട്ടയായിരിക്കും. ഐസും കട്ടയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം സ്നോ വേൾഡ് കണ്ടതും ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റിന് പ്രൈസ്. അങ്ങനെ ഞാനും സ്വത്തും കയറി അങ്ങോട്ട് പുറത്ത് നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയതും അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് സ്വത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഫസ്റ്റ് സ്വത്ത് അങ്ങോട്ട് വെടിച്ചതായിട്ടോ. കാരണം ഓന് ഫസ്റ്റ് അന്തം മുട്ടിട്ട് എന്തോ മധുരമായിട്ടോ. അങ്ങനെ ഓന് അവിടെ ഒരു കസാല ഉണ്ട്. കസാലയിൽ പോയി അങ്ങോട്ട് ഇരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷിച്ചു. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാൻസും നമുക്ക് കളിക്കേണ്ടവർക്കൊക്കെ ഡാൻസും പാട്ടും അതിനനുസരിച്ച് ഡി ജിയിൽ നല്ല സൗണ്ടിലിട്ടിട്ട് അടിപൊളി വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാശ്മീരി പോകേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല. കാരണം നമുക്ക് സ്നോ വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറിയ ഓനൊരു മൂലക്കുന്ന ഐസ് ഇങ്ങനെ എടുത്തിട്ട് ഇന്നെങ്ങനെ എറിഞ്ഞുകാണ്ടേ നടക്കണം കേട്ടോ. അതിൻ്റെ ആൾക്കാരൊന്നും കാണാത്ത ഭാഗ്യം. കാരണം ഒരു ഐസും കട്ട സെറ്റ് ചെയ്ത് വെച്ചതല്ലേ. അങ്ങനെ ഒരു സൈഡിൽ കൂടി പോയിട്ട് ഐസും കട്ടൻ ഇങ്ങനെ എടുത്തുങ്ങാണ്ട് വന്നിട്ട് ഇന്നെങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല വൈബായി. ഞാൻ സ്വത്തും അങ്ങനെ ഫസ്റ്റ് അവിടെ ഇരുന്നപ്പോൾ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒരു കളിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ടി വരുന്നു. കഴിഞ്ഞ തവണ ഞാനും മോളും കയറിയ ടൈമിൽ ഓന് പെട്ടെന്ന് കരഞ്ഞിട്ട് ഇറങ്ങിച്ചു. ഇന്നിപ്പോൾ ഷൂ ഒക്കെ അല്ല ഇട്ടിക്കണേ, കാലൊന്നും തണുപ്പ് എത്തിയിട്ടില്ല ഓനക്ക്. അപ്പോൾ ഓന് ഐസിൽ ഭയങ്കര കളിയും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും നമ്മളെ മക്കളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ സ്നോ വേൾഡിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. കാശ്മീരിലേക്കൊന്നും പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് മക്കളെ സ്നോ വേൾഡിൽ വെറും 100 രൂപയുള്ളൂ കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ആ ഡി ജി പാട്ടിൻ കൂടെ ഡാൻസ് കളിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ സ്വത്തു ഐസും കൊണ്ട് ഭയങ്കര പണിയാണ് കേട്ടോ. ഇന്നെങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ, നല്ലോണം എറിയുന്നുണ്ട്. അങ്ങനെ സ്വത്തു ഐസും കൊണ്ട് മാത്രമൊന്നുമില്ല കേട്ടോ. സ്വത്തു നല്ല ഡാൻസും ഈ ഡി ജി പരിപാടിൻ്റെ ആ പാട്ടൊക്കെ കേട്ടിട്ടേ നല്ല പാട്ടും ഡാൻസ് കളിക്കാൻ പറ്റുന്നവരും എൻജോയ്മെൻറ്റിന് ആഗ്രഹിക്കുന്നവരും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റൊക്കെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കും, കുറച്ച് ഡാൻസ് കളിക്കും, കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ എൻ്റെ ഡാൻസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം അയ്യോ അതൊരു 1.5 ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ സ്വത്ത് ഐസും കട്ടയും പിടിച്ചുങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞോൻ്റെ ഡാൻസ് തുടങ്ങാൻ നിൽക്കണുള്ളൂ. ഇടയ്ക്കൊന്ന് അവിടെ പോയി ഇരിക്കും, കുറേ നേരം ഇരിക്കും, പിന്നെയും ഡാൻസ് എടുക്കും. ഞങ്ങൾ 2-3 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എക്സിബിഷനിൽ വന്നതും ആദ്യം ഇതിലോട്ടാണ് കേട്ടോ കയറിയത്. ഇതിൽ കയറി 3 മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്തു. അങ്ങനെ ഈ 3 മണിക്കൂറും ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ. സ്വത്ത് നല്ല എൻജോയ്മെൻറ്റ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ എൻജോയ്മെൻറ്റ് അവനൊറ്റയ്ക്ക് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സ്കൂളിൽ പോകുന്നതിൽ തുടങ്ങിയതും എനിക്ക് എല്ലാ സ്വഭാവങ്ങളും മാറിയിട്ടുണ്ട്. കാരണം കുട്ടി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒറ്റയ്ക്ക് എടുക്കും. പിന്നെ മാക്സ് ഇങ്ങനെ പിടിച്ച് നടക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഓൻ്റേതായിട്ടുള്ള ലെവലിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഓന് ഇതായിക്കണം കേട്ടോ. മെയിന് എൻ്റെ സ്വഭാവം എല്ലാ സ്വഭാവങ്ങളും അങ്ങോട്ട് സ്കൂളിൽ പോയതും മാറ്റി പിടിച്ചിരിക്കണേലും ഒരു സ്വഭാവം മാത്രം മാറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. അവൻ്റെ ഒരു വാശി പിടിക്കലില്ല. ഓരോരോ ഐറ്റംസ് കണ്ട അപ്പം തന്നെ അത് വാങ്ങണം എന്നുള്ളൊരു വാശി, അങ്ങനത്തെ ഒരു വാശി ഉണ്ട് കേട്ടോ. അതിപ്പോഴും തുടർന്നുങ്ങാണ്ടേയാണ് കേട്ടോ. അത് എന്നാണ് കഴിയാന്നൊരു പിടുത്തമല്ല കേട്ടോ. അങ്ങനെ സ്വത്തുവിൻ്റെ അതും കഴിയുമായിരിക്കും എന്തെങ്കിലും ഒരു പ്രാവശ്യം അല്ലേ.
അതും ഒക്കെ ശരിയാവും. നല്ല കുട്ടിയായിട്ട് ഇരിക്കും. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ക്ഷീണമൊന്നും വന്നിട്ടില്ല. എന്തായാലും നല്ല തണുപ്പല്ലേ, ചൂടായാലും ആ ക്ഷീണമൊക്കെ വരും. ഇവിടെ ഭയങ്കര തണുപ്പല്ലേ, AC പോലെ. ശരിക്കും പറഞ്ഞാൽ കാശ്മീരി പോയ ഫീൽ ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഓന് കാശ്മീർ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരിൽ പോയിട്ട് ഐസും കട്ടയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയണമെന്നില്ല. ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തുട്ടോ. ചെറിയൊരു ആഗ്രഹമായിരുന്നു അത്, അത് സാധിച്ചു കൊടുത്തുട്ടോ. ഈ ഒരു സ്നോ വേൾഡിൽ കയറിയിട്ട് പോയി ഓനെ സ്കൂളിലേക്ക് ഓന് പോകില്ല എന്ന് പറഞ്ഞ ടൈമിലും കാശ്മീർക്ക് പോകണം, നമുക്ക് ടിക്കറ്റ് ടീച്ചറിൻ്റെ നിന്ന് ഓള് കിട്ടുക, അപ്പോൾ അത് പഠിച്ചാലും ഓള് കിട്ടുക എന്ന് പറഞ്ഞിട്ടാണ് ഓന് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോയിക്കണേ. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാശ്മീരിനെ ഓന് മനസ്സിൽ വെച്ചൊരു സ്ഥലമാണ്. അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് സാധിച്ചു. അങ്ങനെ ഞാനും മോനും എല്ലാവരും ഡാൻസ് കളിച്ചു. ഒത്തിരി നേരം ഞങ്ങൾ നല്ലൊരു വൈബിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ടോ. അങ്ങനെ ഇനി ഒരിക്കലെങ്കിലും ഇങ്ങനെ സ്നോ വേൾഡ് കണ്ടാൽ വിടത്തില്ല എന്നും പറഞ്ഞങ്ങാണ്ട് അപ്പോഴേക്കും ഇക്കാൻ്റെ കോള് വന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനാണെങ്കിൽ പോരുന്നില്ല കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പോവില്ലേന്ന് വെച്ചാൽ പോണില്ല എന്ന് ഓന് പറയുന്നു കേട്ടോ. അങ്ങനെ ഓന് എൻ്റെ ഒരു വലിയൊരു കട്ട, എത്രങ്ങോനും വലിയൊരു കട്ട ഐസും കട്ട എൻ്റെ പുറകിൽ കൂടി ഇട്ട്, അങ്ങനെ ഇക്ക ഫോൺ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ഇക്ക ദേഷ്യപ്പെട്ടു കേട്ടോ. എന്താ ഇത്ര മണിക്കൂർ എന്നും ചോദിച്ചിങ്ങാണ്, ഓന് വരുന്നില്ലല്ലോ, ഓൻ്റെ വാഷിംഗ് ഒക്കെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓലോട് പറഞ്ഞിട്ടോ ഞങ്ങളങ്ങനെ. പിന്നെ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ഇക്ക പൊതുവേ വാങ്ങി തരാറില്ല, ഇങ്ങനെ എജിമിഷന് പോയാൽ അവിടെ ഒന്നും വാങ്ങി തരാറില്ല കേട്ടോ. ഇക്ക അങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു സംഭവമില്ല. അതിൽ ഞാൻ ഒന്നൊരു ദിവസം പോയി എൻ്റെ കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അതിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക, പേടിയെന്ന് പറഞ്ഞാൽ പേടി അതിൽ നിന്നാണ് കിട്ടിക്കണം. അതിൻ്റെ ശേഷം ഞാൻ അതിൽ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേറെ പോണ വഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ശരിക്കും ഒറിജിനൽ ഉണ്ടാക്കിയ പോലെ ഉണ്ട് കേട്ടോ. നല്ല മരം കൊണ്ട് ഒറിജിനൽ പോലെ, കണ്ണുകൊണ്ടൊക്കെ ഒറിജിനൽ പോലെ കേട്ടോ. അങ്ങനെ അതും കണ്ടു. അതിൻ്റെ ഉള്ളിലോട്ട് കയറി. നല്ല അടിപൊളിയാണ് കേട്ടോ. അതിനെ സ്വത്ത് ഇങ്ങനെ ടച്ച് ചെയ്യണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കണം. എന്നാലും സ്വത്ത് അതിനെ പോയിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു വള്ളംചാട്ടം കേട്ടോ. വള്ളംചാട്ടം എന്നിട്ട് കറണ്ടിൻ്റെ ഒരു ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ കറണ്ട് ഈ വെള്ളത്തിൽ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുക, നല്ല പുക ഇങ്ങനെ വരിക കേട്ടോ. അങ്ങനെ ഇതൊക്കെ എജിമിഷനിൽ കാഴ്ചക്ക് വെച്ചൊരു സംഭവമാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതിന് മാത്രമാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഒത്തിരി തോക്ക് അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇങ്ങനെ എജിമിഷനിൽ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ കയറി നോക്കാം. പക്ഷെ ഞങ്ങൾ ഇത് മാത്രമാണ് കേട്ടോ കയറിയത്. ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇതിലൊക്കെ എല്ലാ കാഴ്ച വസ്തുക്കളും. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങിയതും അവിടെ ഭയങ്കര പോണ നേരത്താണ് കേട്ടോ. അത് നല്ല വിശപ്പ്. സ്വത്തു ആ ഒരു ഓട്ടം കളി 3 മണിക്കൂർ ഡാൻസ് കളിച്ചില്ല. അതിൻ്റെ ഒരു വിശപ്പ് എനിക്കുണ്ട്, എന്തെങ്കിലും വാങ്ങിത്തരീന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഞാൻ പിന്നെ ഐസ്ക്രീമാണ് കേട്ടോ എജിമിഷൻ്റെ ഉള്ളിൽ പോയി കഴിക്കാറുള്ളത്. അതാണെങ്കിലോ ഐസ്ക്രീം നിശ്ചയത്തിന് പോയി വയറ് നിറയെ കഴിച്ചിട്ട് അതിനോടും വെറുപ്പ് തോന്നി. അങ്ങനെ നമുക്ക് പുറത്ത് പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പോണോ ഇക്കൊരു നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ കേട്ടിക്കണ പോലീസ് നായിനെ കണ്ടിക്കണ, ഞാൻ കണ്ടിട്ട് 5-6 പോലീസ് നായ. FIRനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊല നടന്നിട്ടുണ്ട്, അതിനൊക്കെ സ്മെല്ലിങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കില്ല. ആ ഒരു കുറച്ച് പോണ ഒരു നായ്ക്കളാണ് കേട്ടോ ഈ നിൽക്കണ നായ്ക്കള്. അങ്ങനെ 5-6 നായ്ക്കളുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കണ പോലീസന്മാരും അവിടെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ എന്താ കാഴ്ചക്ക് ഇങ്ങനെ വെക്കണ എജിമിഷനിൽ ഇങ്ങനെ കാഴ്ചക്ക് വെക്കണ മനുഷ്യന്മാരെ പരിചയപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതും കഴിഞ്ഞ് നേരെ ആ പോലീസില്ലേ, പോലീസ് പറയുന്നതിനനുസരിച്ച് പോലീസ് നായ നല്ല മനുഷ്യനെ പോലെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നായ്ക്കൾക്ക് ഇത്ര ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ സ്മെല്ല് കണ്ടുപിടിച്ചിന് ആൾക്കാരല്ലേ, അവൾക്ക് ബുദ്ധി ഇല്ലാതിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവാണ് കേട്ടോ. അങ്ങനെ പുറത്ത് പോയി. അപ്പോഴേക്കും സ്വത്തുവിൻ്റെ പ്രാന്ത് തുടങ്ങി. എൻ്റെ റബ്ബേ, പുറത്താണെങ്കിലോ നിറയെ കളിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിക്കണ്. അത് ഇക്കയാണെങ്കിലോ ഹോൾസെയിൽ റേറ്റിന് ഇവിടെ 150 രൂപ ആ ഒരു ഫോണിന് പറയണ്.
ഹോൾസെയിൽ റേറ്റിന് 60 രൂപ 50 രൂപക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇക്ക. പിന്നെ ഹോൾസെയിൽ റേറ്റിന് വാങ്ങുന്ന ആളായതുകൊണ്ടേ അത് വേണ്ട വേണ്ട ഈ ഒരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടോ, കുട്ടി കേൾക്കണു. ലാസ്റ്റ് ഓന് ഭയങ്കര ബഹളവും അവിടുത്തെ മൊത്തത്തിൽ തള്ളിമറിക്കലും മൊത്തത്തിലായിരുന്നു കേട്ടോ. ഇക്കയാണെങ്കിലും ഓന് വാശി കാണിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുമല്ലോ പെട്ടെന്ന്, അത് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബാഗിൽ പൈസ ഉണ്ടായിരുന്നു, അതെടുത്തങ്ങാണ്ട് വേഗം വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തള്ളക്ക് പണി ഉണ്ടാക്കിയിട്ട് അവിടെ, കാരണം അത് തട്ടിവിട്ട് അങ്ങനെ അത് മേടിച്ച് കൊടുത്തു. അത് മേടിക്കാതെ ഓന് വന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചു കൊടുത്തു. പക്ഷേ അപ്പുറത്തെ അമ്മൂമ്മ പറയാണ് എന്തൊരു വാശിയാണെന്ന് ഓനോട് ഇങ്ങനെ പറയുമ്പോൾ ഓന് പറയാം നിങ്ങളാരാ എൻ്റെ കാര്യം നോക്കാനെന്ന്. അയ്യോ, അപ്പുറത്തെ മക്കളോട് ആരും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയി. അങ്ങനെ എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കടയിൽ കയറി ഞങ്ങൾ നൂഡിൽസ് വാങ്ങി, പിന്നെ കാളാൻ വാങ്ങി, ഒരു പൂരിയും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയിട്ടോ. പിന്നെ ലൈവ് ഇടാത്ത സംഭവം എന്ന് പറയുന്നത്, ലൈവ് ഇടാൻ പനിയാണ് കേട്ടോ, ചെറുതായിട്ടൊരു പനി, എനിക്ക് ഇരിക്കാനേ പറ്റണില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ലൈവ് ഇടാത്ത. ഇൻഷാ അല്ലാഹ് നാളെ ലൈവ് ഇടാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.